ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായി വാനില ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുൾ ഫാറ്റിൻ്റെ മിൽക്ക് 1 ലിറ്റർ, പഞ്ചസാര 1 കപ്പ്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, മിൽക്ക് പൗഡർ 3 ടേബിൾ സ്പൂൺ, വാനില എസൻസ് അല്ലെങ്കിൽ വാനില പൗഡർ 1 ടീസ്പൂൺ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് വൈഡായിട്ടുള്ളൊരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റിൻ്റെ പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാലിൽ ചേർക്കാനുള്ള മിക്സർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ഒക്കെ ചേർത്തിട്ട് ഒരു തിക്കായിട്ടുള്ള മിക്സർ തയ്യാറാക്കിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് വാനില പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ വാനില എസൻസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. 1 ടീസ്പൂണോളം ഏകദേശം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പാല് കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കുക. തിക്കായിട്ടുള്ള ഒരു മിക്സർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്കായിട്ടുള്ള ഒരു മിക്സർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെച്ചിരിക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം വേണം ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഐസ്ക്രീം ആകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണം. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് മിക്സ് ആക്കുക. നമുക്ക് ലോ ഹീറ്റിലിട്ടിട്ട് ഇതിനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് പാല് ഒന്ന് കുറുകി വരുമ്പോഴേക്കിനും വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സാധാരണ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ അവൈലബിലിറ്റി പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ലോ സ്പീഡിലിട്ടിട്ട് ആദ്യമേ ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം ഇതിനെ മീഡിയം സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. അതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഈ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് ഉപയോഗിച്ച് അടച്ചിട്ട് വേണം ഫ്രീസറിൽ വെക്കാൻ. അടപ്പ് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് ആദ്യമേ ഈ കണ്ടെയ്നർ ഒന്ന് റാപ്പ് ചെയ്യണം. അതിന് ശേഷം വേണം അടയ്ക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഐസ് കിട്ടും. ഞാനിപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1 അവർ ഫ്രീസ് ചെയ്തെടുക്കാം.
ഐസ്ക്രീം 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്ത ശേഷം ഞാൻ നേരത്തെ പുറത്തെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വീണ്ടും ഫ്രീസറിൽ വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഐസ്ക്രീം ഇതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം ഒട്ടും ഐസ് പിടിക്കാതെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇലക്ട്രിക് ഹാൻഡ് മിക്സർ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതിനെ മീഡിയം സ്പീഡിൽ ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ നിന്നും ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മാറ്റാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് കളർ മിക്സ് ചെയ്യാനായിട്ടാണ്. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വൈറ്റ് കളറിലുള്ള വാനില ഐസ്ക്രീം മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുഡ് കളർ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ചൊരു പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് ഡബിൾ കളറാക്കിയിട്ട് എടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താലും മതി. ഞാനിപ്പോൾ ഡീപ്പ് പിങ്ക് കളറിലുള്ള ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ കേക്കിനൊക്കെ ചേർക്കുന്ന തരത്തിലുള്ള ജെല്ലി ടൈപ്പ് ആയിട്ടുള്ള ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഫുഡ് കളർ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ഫസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം. ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്കിഷ്ടമുള്ള ഏത് കളർ, യെല്ലോയോ റെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ലെയറായിട്ട്, അതായത് വൈറ്റും ഈ ഒരു പിങ്ക് കളറും കൂടെ വരുന്ന രീതിയിൽ ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഈ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം കുറച്ച് വൈറ്റ് കളറിലുള്ള ഐസ്ക്രീം ഒഴിക്കുക. ഇനി അതിലേക്ക് പിങ്ക് കളറുള്ളത് ഇതുപോലെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് വൈറ്റ് കളർ ഒഴിക്കാം. വീണ്ടും പിങ്ക് കളർ ഒഴിക്കാം. ഇതുപോലെ ഇടവിട്ട് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാം. 2 അല്ലെങ്കിൽ 3 കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനെ ടൈറ്റായിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടപ്പ് നല്ല ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ആദ്യം ഒന്ന് റാപ്പ് ചെയ്യുക കണ്ടെയ്നർ. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് അടയ്ക്കുക. എന്തായാലും നല്ല മുറുകിയിരിക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓവർനൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 12 മണിക്കൂറിന് ശേഷം കണ്ടെയ്നർ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്താണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം വേണം സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം സെർവിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്കൂപ്പ് ഉപയോഗിച്ചിട്ടോ ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്